Hey my beautiful, welcome back to my Pups channel. What major blessings are coming into your life? എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് ആണ് വെരി നിയറസ്റ്റ് ഫ്യൂച്ചർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്? What you can expect or what is next? Celebration. ഓക്കെ, സോ ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ സെലിബ്രേറ്റ് ചെയ്യാൻ. അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒരുപാട് സന്തോഷിപ്പിക്കുന്ന ചില വാർത്തകൾ കേൾക്കുന്നതായിരിക്കാം. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ആളുകളെ, അതായത് നിങ്ങളുടെ പഴയ ഫ്രണ്ട്സിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ഒരേ വൈബ് കണക്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ആളുകളായിരിക്കാം. ഓക്കെ, ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുക. അത് ഈവൻ ചില ആളുകൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിലായിരിക്കാം. ഓൾറൈറ്റ്, ആൻഡ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷനിൽ വിൻ ചെയ്യുന്നുണ്ട്. ഇവന്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇവന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓൾറൈറ്റ്, ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വിന്നേഴ്സിൽ ഒരാളാവുന്നുണ്ട്. ഓർ ചില പ്ലേസിൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. ഓക്കെ, സോ അത് മേ ബി ലൈക്ക് പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം, ഇവന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ലൈഫിലോ വളരെ സന്തോഷകരമായിട്ടുള്ള എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടാവുന്നുണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു അത്ര സന്തോഷകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പല ആളുകളും മീറ്റ് ചെയ്യുന്നതായിരിക്കാം. കുറെ കാലത്തിന് ശേഷം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകള് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മീറ്റ് ചെയ്യുന്നതായിരിക്കാം. ചില ആളുകൾക്ക് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് റീകണക്ട് ചെയ്യുന്നത്. ഓക്കെ, വളരെ സന്തോഷമായിട്ടുള്ള വാർത്തകൾ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഫ്രീ ആവുന്നുണ്ട്. നിങ്ങളുടെ ചില തോട്ട്സിന്ന് നിങ്ങൾക്ക് കുറ്റബോധം തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള നിങ്ങളുടേതായിട്ടുള്ള ചില ആക്ഷൻ, എന്തെങ്കിലും വിഷമായിട്ടുള്ള കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് റിലീസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ സാധിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ, ആർക്കെങ്കിലും നിങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആവുന്നുണ്ട്. അതാണ് നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും മിസ്റ്റേക്സ് ക്ലിയർ ആവുന്നുണ്ട്. ഓക്കെ, അവിടെ നിന്നൊക്കെ നിങ്ങൾ ഫ്രീ ആവുന്നുണ്ട്. നിങ്ങളുടെ വലിയൊരു മെന്റൽ ടെൻഷനിൽ നിങ്ങൾ ഫ്രീ ആവുന്നുണ്ട്. ഓക്കെ, ഇമോഷണലി എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മനസ്സറിഞ്ഞിട്ടുള്ള ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സമയത്ത് എന്തെങ്കിലും കാര്യം ആലോചിച്ച് ചെയ്യണ്ടായിരുന്നോ വേണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ, അതുകൊണ്ട് പല റിലേഷൻഷിപ്പ് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്കൊരു റൈറ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ സത്യം പുറത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ, സത്യം എക്സാക്ട്ലി നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഹൈഡ് ചെയ്താലും, എന്തൊക്കെ സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും കാലം അതിനൊരു സമയം കൽപ്പിച്ചിട്ടുണ്ടാവും, അല്ലെ? അത് വരും. അല്ലെങ്കിൽ സത്യം എപ്പോഴും പുറത്തേക്ക് വരും. അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് തോന്നുകയാണ് ആരും എന്നെ മനസ്സിലാക്കില്ല, അല്ലെങ്കിൽ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നു തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എസ്പെഷ്യലി നിങ്ങൾക്ക് അത്ര വേണ്ടപ്പെട്ട ആളുകൾ ആ ഒരു പേരും പറഞ്ഞ് നിങ്ങൾക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിലോ ഒരു അകൽച്ച വന്നിട്ടുണ്ടെങ്കിലോ അവരൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരും. ചില ആക്ഷന് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അല്ലെ? സോ ചില കാര്യങ്ങൾ നിങ്ങളൊരു പുതിയ ലൈഫിലേക്ക് ലീഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വീണ്ടും നിങ്ങൾ ആക്റ്റീവ് ആവാണ്. ഓക്കെ, സോ ചില സമയത്ത് കുറച്ച് സമയമായിട്ട് നിങ്ങൾ ഒന്ന് ഡൗൺ ആയി പോയിട്ടുണ്ടായിരിക്കണം നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷനൊക്കെ കാരണം, അല്ലെ? ഇപ്പൊ നിങ്ങൾ വീണ്ടും തളിർക്കാണ്. ഓക്കെ, വീണ്ടും സന്തോഷം, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഒരു ഒത്തന്റിക് മോഡിലേക്ക് കണക്ട് ചെയ്യാണ്. ആൻഡ് അവിടെ നിങ്ങൾ എൻജോയ് ചെയ്യും, നിങ്ങൾ ഒരുപാട് സംസാരിക്കും, ഒരുപാട് ചിരിക്കും. നിങ്ങൾ അങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ വീണ്ടും നിങ്ങളുടെ മേലെ നിങ്ങൾക്കൊരു ആത്മവിശ്വാസം തോന്നുകയാണ്. വീണ്ടും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയാണ്. അതാണ് നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നത്. മേ ബി ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചില കാര്യത്തിൽ ക്ഷമിക്കാൻ സാധിക്കുന്നതായിരിക്കാം. ഇറ്റ്സ് ഓക്കെ എന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട്, വളരെ ബോൾഡ് ആയിട്ട്, വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, സോ ഇറ്റ്സ് ഓക്കെ, അത് പോവാണെന്നുണ്ടെങ്കിൽ പോട്ടെ എന്നുള്ളൊരു മൈൻഡോട് കൂടിയിട്ട് നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് വരാണ്. റൈറ്റ്, ഇനി നിങ്ങളുടെ ഒരുപാട് സന്തോഷം, നിങ്ങളുടെ ഒരുപാട് ക്വാളിറ്റീസ് നിങ്ങൾ ഷെയർ ചെയ്യാണ്. ഓക്കെ, മേ ബി ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ചില സിറ്റുവേഷനൊക്കെ കാരണം നിങ്ങൾ കംപ്ലീറ്റ്ലി ഒതുക്കി വെച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവില്ല നിങ്ങളുടെ നല്ല ക്വാളിറ്റീസും. നിങ്ങൾ നല്ലൊരു ഫ്രണ്ടാണ്, നല്ലൊരു പാർട്ട്ണർ ആണ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഈവൻ നല്ലൊരു എന്റർടൈനർ ആണ് നിങ്ങൾ.
സോ ചില പ്ലേസിൽ വരുന്ന സമയത്ത് മേ ബി ലൈക്ക് നിങ്ങൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് സംസാരിക്കുന്ന ആളുകളായിരിക്കാം. ഇതൊക്കെ ചില സിറ്റുവേഷൻസ് കാരണം നിങ്ങൾ ഒന്ന് സൈഡായി പോയിട്ടുണ്ടായിരിക്കണം അല്ലെ. ഇനി നിങ്ങൾ ആ ഒരു പവറിലേക്ക് വരികയാണ്, നിങ്ങളുടെ ആ ഒരു ഓതന്റിക് നേച്ചറിലേക്ക് വരികയാണ്, എന്റർടൈൻ ചെയ്യുന്നുണ്ട്, ചിരിപ്പിക്കുന്നുണ്ട് ആളുകളെ. ഓക്കെ, സോ നിങ്ങൾക്ക് സങ്കടമൊക്കെ ഉണ്ടാവും, ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിഷമം സങ്കടമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങളുടെ ആ ഒരു ചില ആളുകൾക്കുള്ള ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടാലന്റ് ആണ് മറ്റുള്ള ആളുകളെ ചിരിപ്പിക്കാനുള്ളൊരു കഴിവെന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ പറയാന്നുള്ളത്. സോ അതിലേക്ക് നിങ്ങൾ വീണ്ടും കണക്ട് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് പല കാര്യങ്ങളും മറക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഒരുപാട് ഹീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, സോ വളരെ പ്ലസന്റ് ആയിട്ട് നിങ്ങളെ പ്രസന്റ് ചെയ്യാണ്. ഓൾറൈറ്റ്, ചില കാര്യങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ളത്, ഇത്ര കാലമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരിക്കണം. പക്ഷെ ഈ സമയത്ത് അല്ലെങ്കിൽ മുന്നോട്ട് വരുന്ന സമയത്ത് നിങ്ങൾ ചില കാര്യങ്ങൾ കമ്പയർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫ് എത്ര ഡിഫറെന്റ് ആണെന്ന് കാണിച്ചു തരുന്ന ചില കമ്പാരിസൺ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. അതാണ് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഫൊർഗീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഓൾറൈറ്റ്, സോ ചില സിറ്റുവേഷൻ ചില സമയത്ത് നല്ലതാണ് നമ്മൾ മറ്റുള്ള ആളുകളൊക്കെ ആയിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നത്. ആ ഒരു സമയത്താണ് നമ്മൾ എത്ര ബ്ലെസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക അല്ലെ. നമുക്ക് എത്രമാത്രം ഫെസിലിറ്റി ഉണ്ട്, എത്രമാത്രം സന്തോഷമുണ്ട്, എത്രമാത്രം കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത്. സോ അങ്ങനത്തെ ഒരു റിയലൈസേഷൻ ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. ഓൾറൈറ്റ്, സോ ഇനി നിങ്ങളുടെ ലൈഫിന്റെ ഒരു കൈൻഡ് ഓഫ് എൻജോയ് ചെയ്യേണ്ട ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, സോ കൈൻഡ് ഓഫ് എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യുക, എവിടെയെങ്കിലൊക്കെ സമാധാനമായിട്ട് പോവുക, ഒരു ലേസി മൊമെന്റ് ആണ്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഹെവി ആയിട്ട് ചെയ്തു, ലൈഫിന്റെ ഒരു ടൈം വരെ നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്ക് അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ടൈം ഫോർ യു ടു എൻജോയ് യുവർ ലൈഫ്. ഓക്കെ, ഒരുപാട് പണിയെടുക്കണ്ട, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട, ജസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള ഒരു കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ വെക്കേഷൻ, ഇറ്റ്സ് ലൈക്ക് എ വെക്കേഷൻ ഇൻ യുവർ ലൈഫ്. കാരണം ഈ സമയത്ത് നിങ്ങൾ കൂടുതൽ റിസീവ് ചെയ്യാണ്, ഓക്കെ, വാങ്ങിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ബ്ലെസ്സിങ്സ്, ചെറുതും വലുതുമായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് തരാണ്. ഓക്കെ, സി ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. സി നിങ്ങളൊരു ടേബിളിൽ കൊണ്ട് ഇരുത്തിയിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും സെർവ് ചെയ്യാണ്. അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഭക്ഷണം തരിക എന്നുള്ളതല്ല, പക്ഷെ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെയാണ്. നിങ്ങളെ ഒരു കംഫർട്ട് പ്ലേസിൽ കൊണ്ട് ഇരുത്തിയിട്ട് നിങ്ങൾക്കൊരു വെക്കേഷൻ മോഡൊക്കെ തരുന്ന ഒരു പ്ലേസിൽ കൊണ്ട് നിർത്തി പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അതുപോലത്തെ ബ്ലെസ്സിങ്സ്. ട്രസ്റ്റഡ്. ഓക്കെ, സോ പ്രോബബ്ലി നിങ്ങൾക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. സോ ട്രസ്റ്റ് ദ പ്രോസസ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്, ട്രസ്റ്റ് യുവർ സെൽഫ്. ഓക്കെ, അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾക്കൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ പറ്റിയിട്ട് വിശ്വസിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മേലൊരു വിശ്വാസം വേണം. ഓക്കെ, സോ ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണ, ആരെങ്കിലും നിങ്ങളെ തെറ്റിദ്ധരിച്ചു, അങ്ങനെ എന്തെങ്കിലും സ്ട്രഗിളിൽ കൂടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ, വാച്ച് ആൻഡ് സീ എന്താണ് അതിൽ സംഭവിക്കാൻ പോകുന്നത്. എസ്പെഷ്യലി നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങളവിടെ ഗിൽറ്റി അല്ല, നിങ്ങളവിടെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാച്ച് ആൻഡ് സീ. യു ഡോണ്ട് നീഡ് ടു കൺവിൻസ് പീപ്പിൾ ബിഹൈൻഡ്, പിറകെ പോയിട്ട് ഞാൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് ഒന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാലം അത് തെളിയിക്കും. ആൻഡ് വെരി സൂൺ നിങ്ങളുടെ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് അതാണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ, സിറ്റ് ആൻഡ് വാച്ച് എന്നൊക്കെ പറയുന്നത് പോലെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് മറ്റൊരു ബ്ലെസ്സിങ് ആണ്. നിങ്ങൾക്ക് ഇറ്റ്സ് ലൈക്ക് നിങ്ങൾക്കൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യാനുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസിൽ പോവാ. മേ ബി ലൈക്ക് ചില ആളുകൾ നിങ്ങൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്നുണ്ടായിരിക്കണം, വേറെ കൺട്രിയിലൊക്കെ ആയിരിക്കാം. ഇറ്റ്സ് ലൈക്ക് യുവർ ഹോളിഡേ. ഓക്കെ, സോ ആ ഒരു ഹോളിഡേക്ക് വേണ്ട ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. സോ ചില പ്ലേസിലൊക്കെ പോയി എൻജോയ് ചെയ്യുക. ചില പ്ലേസ് നിങ്ങൾ അത്ര വാം ആയിട്ട് വെൽക്കം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ വലിയൊരു ടാസ്ക്, വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടാസ്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വർക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രൊജക്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരുപാട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് സക്സസ്ഫുള്ളി. ഓക്കെ, വളരെ സക്സസ്ഫുൾ ആയിട്ട് ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ എൻജോയ് യുവർ ലൈഫ്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. Hope you like this video. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഫ്രണ്ട്സ്. ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.